കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല, കേരളത്തിലെ ഗോത്രജനതയുടെ സംസ്കൃതിയും പൈതൃകവും നിറഞ്ഞു നിൽക്കുന്ന നാട്, കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ അവിടുത്തെ ശ്രീകോവിലാണ് വയനാട് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് പ്രസിദ്ധമായ താമരശ്ശേരി ചുരമുള്ളത്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയും ജൈനമതക്കാർ കൂടുതലുള്ള ജില്ലയും വയനാടാണ്. വയനാടൻ മലകളിൽ പുതിയ ശിലായുഗത്തെക്കുറിച്ച് ധാരാളം തെളിവുകൾ കാണാം. അമ്പുകുത്തി മലയിലെ 2 ഗുഹകൾ, അവയുടെ ചുമരുകളിൽ കാണപ്പെടുന്ന ചിത്രങ്ങളും ചിത്രലിഖിതങ്ങളും പുരാതനമായ സംസ്കാരത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നു. വയനാടിൻ്റെ ചരിത്രം പഴശ്ശി രാജാവിൻ്റെയും പഴശ്ശിയുമായി ബന്ധപ്പെട്ട കുറിച്യരുൾപ്പെടെയുള്ള ആദിവാസികളുടെ കൂടി ചരിത്രമാണ്. പഴശ്ശി പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന പനമരം, ഗിരിവർഗ്ഗക്കാരുടെ വിഹാര കേന്ദ്രവും പഴശ്ശിയുടെ ഒളിപ്പോരുകളുടെ മുഖ്യ കേന്ദ്രവുമായിരുന്ന പുൽപ്പള്ളി, പഴശ്ശി മ്യൂസിയം, ശവകുടീരം എന്നിവയുള്ള മാനന്തവാടി, ഇവയെല്ലാം വയനാടിൻ്റെ ധീരമായ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു. ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കേരളത്തിലെ ഏക ശിലാഗുഹ എടയ്ക്കൽ ഗുഹ, സൂചിപ്പാറ വെള്ളച്ചാട്ടവും ആർക്കിയോളജിക്കൽ മ്യൂസിയവുമുള്ള അമ്പലവയൽ, ഇന്ത്യയിൽ ആൾപ്പാർപ്പില്ലാത്ത ഏക ദ്വീപ് കുറുവ ദ്വീപ്, ചെന്താലയം വെള്ളച്ചാട്ടം, നിബിഡ വനങ്ങൾ നിറഞ്ഞ പക്ഷിപാതാളം, മുത്തങ്ങ, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, പ്രകൃതിദത്ത ശുദ്ധജല തടാകം പൂക്കോട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം, ഇവയെല്ലാം ഉള്ളത് വയനാട് ജില്ലയിലാണ്. സാഹസിക സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട മീൻമുട്ടി വെള്ളച്ചാട്ടം, വയനാടിൻ്റെ കവാടമെന്നും കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നും അറിയപ്പെടുന്ന ലക്കിടി, ഗണപതിവട്ടം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ബത്തേരി, തീർത്ഥാടകരുടെ പുണ്യഭൂമിയായ തിരുനെല്ലി, ഇവയെല്ലാം വയനാട് ജില്ലയുടെ പുകഴേറ്റുന്നു.